ഹായ് ഡിയർ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. നമസ്കാരം. എല്ലാവർക്കും റമദാൻ കരീം. അപ്പോൾ നമ്മൾ പുണ്യങ്ങളുടെ മാസമായ റമദാനിലേക്ക് കടന്നിരിക്കുകയാണ്. അപ്പോൾ റമദാനിൽ പൊതുവെ സ്ത്രീകൾക്ക് ജോലിഭാരം കുറച്ച് കൂടുതലായിരിക്കും. അപ്പോൾ ഞാൻ ഇന്ന് ഈ ഒരു വീഡിയോയിലൂടെ ഷെയർ ചെയ്യണത് നമുക്ക് റമദാനിൽ എങ്ങനെ നമ്മുടെ ജോലിഭാരം കുറക്കുക എന്നുള്ളതാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് കാര്യങ്ങൾ ആദ്യം ചെയ്തു വെക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് റമദാനിൽ അധികം പണിയൊന്നും ഉണ്ടാവില്ല. അപ്പോൾ ഞാൻ റമദാനിൽ എന്തൊക്കെ കാര്യങ്ങളാണ് അങ്ങനെ ചെയ്തു വെക്കുന്നത് നാട്ടോ ഈ ഒരു വീഡിയോയിലൂടെ ഷെയർ ചെയ്യണത്. അപ്പോൾ നിങ്ങളെല്ലാവരും ചെയ്യുന്ന കാര്യങ്ങളൊക്കെ തന്നെ ആയിരിക്കും. അപ്പോൾ ഞാൻ ആദ്യം തന്നെ കുറച്ച് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, സവാള അതൊക്കെ ഒന്ന് തൊലിച്ച് വെക്കുകയാണ്. അപ്പോൾ ഇപ്പോൾ വീട്ടിൽ എല്ലാവരും ഉള്ള സമയമാണല്ലോ. അപ്പോൾ എല്ലാവരും കൂടെ അതങ്ങ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് ആ പണിയൊക്കെ അങ്ങ് കഴിയും. നമുക്ക് റമദാനിൽ ഏറ്റവും കൂടുതൽ ആവശ്യം വരുന്ന സാധനങ്ങളാണ് ഇഞ്ചി, വെളുത്തുള്ളി, സവാള അതൊക്കെ. അപ്പോൾ ഞാൻ ആദ്യം തന്നെ കുറച്ച് ഇഞ്ചി പേസ്റ്റാക്കി വെക്കുകയാണ്. അപ്പോൾ ഇഞ്ചി കഴുകിയ ശേഷം നന്നായിട്ടൊന്ന് തുടച്ചിട്ട് ചെറിയ പീസായിട്ട് കട്ട് ചെയ്തെടുക്കുകയാണ്. എന്നിട്ട് മിക്സിയുടെ ജാറിലിട്ടിട്ട് ഒന്ന് ചതച്ചെടുക്കുക. ഇനി ഈ ഒരു ഇഞ്ചിൻ്റെ പേസ്റ്റ് കേട് വരാതിരിക്കാൻ വേണ്ടിയിട്ട് അതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ ഓയിലും 1 ടീസ്പൂൺ ഉപ്പും കൂടെ ചേർത്തിട്ട് ഒന്നും കൂടെ നടിച്ചെടുക്കുകയാണ്. നമ്മൾ ഈ ഒരു ഓയിലും ഉപ്പും കൂടെ ചേർത്ത് കൊടുത്താൽ ഈ ഒരു ഇഞ്ചിൻ്റെ പേസ്റ്റിന് കേടൊന്നും വരില്ല. എന്നിട്ട് നമ്മളൊരു ഗ്ലാസിൻ്റെ ബോട്ടിലാക്കിയിട്ട് ഫ്രിഡ്ജിൽ സൂക്ഷിച്ചാൽ മതി. 1 മാസം വരെ കേടുകൂടാതെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. ഇനി അതിൽ കൂടുതൽ നിങ്ങൾക്ക് വെക്കണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഐസ് ട്രേയിലാക്കിയിട്ട് ചെറിയ ക്യൂബ്സ് ആക്കിയിട്ട് ഫ്രീസറിൽ അങ്ങനെ സൂക്ഷിച്ചാൽ മതി. വെളുത്തുള്ളിയും അതുപോലെ തന്നെ നന്നായിട്ടൊന്ന് കഴുകിയിട്ട് ഒന്ന് തുടച്ചെടുത്ത ശേഷം മിക്സിയുടെ ജാറിലിട്ട് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് 2 ടേബിൾ സ്പൂൺ ഓയിലും 1 ടീസ്പൂൺ ഉപ്പും ചേർത്തിട്ടൊന്ന് അരച്ചെടുക്കുകയാണ്. നമ്മൾ അരക്കുന്ന മിക്സിയുടെ ജാറിലും വെള്ളത്തിൻ്റെ അംശം ഉണ്ടാകാൻ പാടില്ല. പിന്നെ നമ്മൾ സ്റ്റോർ ചെയ്ത് വെക്കുന്ന ബോട്ടിലും വെള്ളത്തിൻ്റെ അംശം ഉണ്ടാകാൻ പാടില്ല. എന്നാലും ഇത് കളറൊന്നും മാറാതെ നമുക്ക് 1 മാസം വരെ കേടുകൂടാതെ ഉപയോഗിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് റെഡി ആയിട്ടുണ്ട്. ഇനി കുറച്ച് പച്ചമുളക് ഒന്ന് കഴുകിയെടുക്കുകയാണ്. കഴുകിയെടുത്തിട്ട് ഈ ഒരു പച്ചമുളകിൻ്റെ വെള്ളമൊക്കെ നന്നായിട്ടൊന്ന് തുടച്ചെടുക്കണം. ഞാൻ പച്ചമുളക് പേസ്റ്റാക്കി വെക്കാറില്ല. ഞാൻ പച്ചമുളക് അങ്ങനെ സ്റ്റോർ ചെയ്ത് വെക്കുകയാണ്. നിങ്ങൾക്ക് പേസ്റ്റാക്കി വെക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ വെളുത്തുള്ളി ഇഞ്ചിയൊക്കെ ചെയ്ത പോലെ ചെയ്ത് വെച്ചാൽ മതി. അപ്പോൾ പച്ചമുളക് നന്നായിട്ടൊന്ന് തുടച്ചെടുത്ത ശേഷം ഈ ഒരു പച്ചമുളകിൻ്റെ ഞെട്ടി കളഞ്ഞിട്ട് നമ്മൾ ബോക്സിലാക്കി വെക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് 1 മാസം വരെ പച്ചമുളക് കേടുകൂടാതെ ഉപയോഗിക്കാം. നമ്മൾ ഈ ഒരു പച്ചമുളക് സ്റ്റോർ ചെയ്യുന്ന ബോക്സിൽ താഴെയും 2 ടിഷ്യൂ പേപ്പർ വിരിച്ചു കൊടുക്കണം. പച്ചമുളകൊക്കെ വെച്ച ശേഷം മുകളിലും ഒരു 2 ടിഷ്യൂ പേപ്പർ വെച്ച് കൊടുക്കണം. എന്നിട്ട് വേണം നമ്മളിത് അടച്ചിട്ട് ഫ്രിഡ്ജിൽ സൂക്ഷിക്കാൻ. പിന്നെ ഞാൻ കുറച്ച് കടലയും അതേപോലെ വെള്ളക്കടലയും ഒന്ന് സോക്ക് ചെയ്ത് വെക്കുകയാണ്. നമ്മളെന്നും ഇറച്ചിക്കറിയും മീൻകറിയും മാത്രമല്ലല്ലോ ഉണ്ടാക്കുക. ഇടയ്ക്ക് നമ്മൾ ഇതേപോലെയുള്ള പരിപ്പ് വർഗ്ഗങ്ങൾ വെച്ചിട്ടുള്ള കറികളും ഉണ്ടാക്കുമല്ലോ. അപ്പോൾ നിങ്ങൾ ഇതേപോലെ പരിപ്പ് വർഗ്ഗങ്ങൾ വെച്ചിട്ടുള്ള കറികൾ ഉണ്ടാക്കാറുണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ ചെയ്യുന്ന പോലെ ഒന്ന് ചെയ്ത് വെച്ച് നോക്കുക. നമുക്ക് എളുപ്പമായിരിക്കും. കുതിർന്ന് വന്നിട്ടുള്ള കടല നന്നായിട്ടൊന്ന് കഴുകിയെടുക്കുകയാണ്. എന്നിട്ട് ഇതിൻ്റെ വെള്ളം പോകാൻ വേണ്ടിയിട്ട് ഒരു അരിപ്പയിലേക്ക് മാറ്റി കൊടുക്കുന്നുണ്ട്. വെള്ളം നന്നായിട്ട് പോയ ശേഷം ഈ ഒരു കടല ഞാൻ സിപ്പ് ലോക്ക് ബാഗിലേക്ക് മാറ്റി കൊടുക്കുകയാണ്. അല്ലെങ്കിൽ കണ്ടെയ്നറിലേക്ക് മാറ്റി കൊടുത്താലും മതി. എന്നിട്ട് നമുക്കിത് ഫ്രിഡ്ജിൽ സൂക്ഷിക്കാം. ഫ്രീസറിലാട്ടോ സൂക്ഷിക്കേണ്ടത്. ഫ്രീസറിൽ വെക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കടലക്കറിയൊക്കെ ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ ഈ ഒരു കടല എടുത്തിട്ട് ഉപയോഗിച്ചാൽ മതി. കടല കുതിർക്കാൻ വെക്കൊന്നും വേണ്ട. നമ്മൾ ചിലപ്പോൾ കടല കുതിർത്ത് വെക്കാനൊക്കെ മറന്നു പോകും. ഈ ഒരു കടല വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കൊന്ന് വേവിച്ചിട്ട് വേണമെന്നുണ്ടെങ്കിലും ഫ്രീസറിൽ സൂക്ഷിക്കാം കേട്ടോ. പിന്നെ ഞാൻ വെള്ളക്കടല വേവിച്ചിട്ടാണ് ഫ്രീസറിൽ സൂക്ഷിക്കുന്നത്. വെള്ളക്കടല ഉപ്പും കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കുകയാണ്. എന്നിട്ട് ഇതിൻ്റെ വെള്ളം പോകാൻ വേണ്ടിയിട്ട് അരിപ്പയിലേക്ക് മാറ്റി കൊടുക്കുകയാണ്. വെള്ളമൊക്കെ പോയ ശേഷം ഇതേപോലെ തന്നെ സിപ്പ് ലോക്ക് ബാഗിലാക്കിയിട്ട് ഫ്രീസറിൽ സൂക്ഷിക്കുകയാണ്. അപ്പോൾ വെള്ളക്കടലക്കറി ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു കടല എടുത്തിട്ട് ജസ്റ്റ് മസാല ഉണ്ടാക്കിയിട്ട് ഈ ഒരു കടല ഇട്ട് കൊടുത്താൽ മതി. ഇതുപോലെ തന്നെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏത് പയറുവർഗ്ഗങ്ങളും ഇങ്ങനെ ചെയ്തെടുക്കാം. പിന്നെ ഞാൻ കുറച്ച് ചിക്കന് കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ചിക്കന് കൊണ്ടുവരുന്ന സമയത്ത് തന്നെ കറിക്കുള്ള ചിക്കനും അതേപോലെ ഫ്രൈ ചെയ്യാനുള്ളതും സ്നാക്സിനൊക്കെ ഉള്ള ചിക്കന് ഓരോ ബോക്സിലാക്കിയാണ്ട് നമ്മൾ മാറ്റി വെക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആ വേണ്ട ബോക്സ് മാത്രം എടുത്താൽ മതി. അപ്പോൾ ഞാൻ കുറച്ച് എല്ലില്ലാത്ത ചിക്കൻ്റെ പീസ് നമുക്ക് സ്നാക്സൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കുകയാണ്. പിന്നെ കുറച്ച് പീസ് കറിക്ക് വേണ്ടിയിട്ടും കുറച്ച് ഫ്രൈ ചെയ്യാനുള്ളതൊക്കെ ആക്കിയിട്ട് മാറ്റി വെക്കുന്നുണ്ട്. അപ്പോൾ കറിക്കുള്ളതും അതേപോലെ പൊരിക്കാനുള്ളതൊക്കെ ഞാനൊന്ന് മസാല കൂട്ടിയിട്ടാണ് ഫ്രിഡ്ജിൽ വെക്കാറുള്ളത്. അപ്പോൾ നമ്മളിതുപോലെ കറിക്കുള്ളതും അതേപോലെ ഫ്രൈ ചെയ്യാനുള്ളതും സ്നാക്സിനുള്ള ചിക്കനൊക്കെ മാറ്റി വെക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു ജോലി എളുപ്പമായി കിട്ടും. ഇതുപോലെ തന്നെ നിങ്ങൾക്ക് മീനും മസാല കൂട്ടിയിട്ടൊക്കെ ഫ്രിഡ്ജിൽ സൂക്ഷിക്കാവുന്നതാണ്. പിന്നെ ഞാൻ ചെയ്ത് വെക്കുന്ന ഒരു കാര്യമാണ്, നമ്മൾ ചിക്കൻ കറിക്കും അതേപോലെ ബീഫ് കറി അതേപോലെ വെജിറ്റബിൾ കറിയൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള മസാല ഒന്ന് ആദ്യം റെഡിയാക്കി വെക്കാറുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു 8 സവാള എടുത്തിട്ടുണ്ട്. അത് കുറച്ച് ഓയിൽ ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുകയാണ്.
അപ്പോൾ ഈ സവാള കരിഞ്ഞു പോയതല്ല കേട്ടോ. ഞാൻ എടുത്തിട്ടുള്ള സവാള വയലറ്റ് കളറുള്ള സവാളയാണ്, നമ്മളെ ഇന്ത്യൻ്റെ സവാള അല്ല. അപ്പോൾ അതുകൊണ്ടാണ് ഈ ഒരു കളർ വന്നിട്ടുള്ളത്. അപ്പോൾ സവാള നല്ലപോലെ ഒന്ന് വഴന്നു വന്ന ശേഷം ഇതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ പേസ്റ്റ് ചേർത്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഒരു 3 ടേബിൾ സ്പൂണ് വെളുത്തുള്ളിൻ്റെ പേസ്റ്റ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു 2 ടേബിൾ സ്പൂണ് ഇഞ്ചിൻ്റെ പേസ്റ്റുമാണ് ചേർത്ത് കൊടുക്കുന്നത്. എന്നിട്ട് ഈ ഒരു ഇഞ്ചിൻ്റെയും വെളുത്തുള്ളിൻ്റെയും ഒരു പച്ചമണം മാറുന്നത് വരെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. അതിനുശേഷം നമുക്കിതിലേക്ക് ഒരു 5 തക്കാളി മിക്സിയിൽ ഒന്ന് അടിച്ചെടുത്തിട്ട് ഒഴിച്ചു കൊടുക്കണം. എന്നിട്ട് ഈ ഒരു തക്കാളിൻ്റെ പച്ച ടേസ്റ്റ് മാറുന്നത് വരെ ഒരു 3-4 മിനിറ്റും കൂടെ ഒന്ന് വഴറ്റിയെടുക്കണം. ഇപ്പോൾ തക്കാളിയൊക്കെ നല്ലപോലെ വഴന്ന് വന്നിട്ടുണ്ട്, എണ്ണയൊക്കെ തെളിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഞാൻ ഒരു ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടിയും ഒരു 3 ടേബിൾ സ്പൂൺ മുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഞാനിതിൽ മല്ലിപ്പൊടി, ഗരം മസാല അതൊന്നും ചേർത്ത് കൊടുക്കുന്നില്ല. കാരണം ഈ ഒരു മസാല നമുക്ക് വെജിറ്റബിൾ കറി ഉണ്ടാക്കാനൊക്കെ ഉപയോഗിക്കുക. അപ്പോൾ നമ്മൾ ചിക്കൻ കറിക്കും അതേപോലെ ബീഫ് കറിക്കും വെജിറ്റബിൾ കറിക്കും ഒക്കെ എടുക്കുന്ന മല്ലിപ്പൊടിൻ്റെ അളവിൽ വ്യത്യാസം ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ മല്ലിപ്പൊടിയും ഗരം മസാല അതൊന്നും ചേർത്ത് കൊടുക്കാത്തത്. ഈ ഒരു മഞ്ഞൾപ്പൊടിൻ്റെയും മുളക് പൊടിൻ്റെയും പച്ചമണം മാറുന്നത് വരെ ഒന്ന് വഴറ്റിയെടുക്കുക. ഞാൻ ഈ മസാലയിലേക്ക് വേണ്ട ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് പറയാൻ വിട്ടുപോയതാണ്. അപ്പോൾ മസാലപ്പൊടികൾ വഴന്നു വന്ന ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യുക. എന്നിട്ട് ഇത് തണുക്കാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഓരോ ദിവസം എത്രത്തോളം മസാല വേണം കറി ഉണ്ടാക്കാൻ അതിനനുസരിച്ച് ഇതൊന്ന് ഡിവൈഡ് ചെയ്തേക്കുക. അപ്പോൾ ഞാനിപ്പോൾ എടുത്തിട്ടുള്ളത് എനിക്കൊരു 4 പ്രാവശ്യം കറി ഉണ്ടാക്കാനുള്ള മസാലയാണ്. അപ്പോൾ അത് ഞാൻ 4ആയിട്ടൊന്ന് ഡിവൈഡ് ചെയ്തേക്കാണ്. എന്നിട്ടിത് ഓരോ ഭാഗവും ഓരോ കവറിലാക്കിയിട്ട് ഫ്രീസറിലേക്ക് മാറ്റുകയാണ്. അപ്പോൾ നമ്മൾ ഇത് കവറിൽ സൂക്ഷിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഫ്രീസറിൽ കുറച്ചും കൂടെ സ്പേസ് കിട്ടും. പിന്നെ നമ്മൾ കറി ഉണ്ടാക്കുന്നതിന് ഒരു 1-2 മണിക്കൂർ മുന്നായിട്ട് ഫ്രീസറിൽ നിന്ന് എടുത്ത് പുറത്ത് വെച്ചാൽ മതി. നമുക്ക് ഈ ഒരു മസാല ബിരിയാണി ഉണ്ടാക്കാനൊക്കെ ഉപയോഗിക്കാം കേട്ടോ. അപ്പോൾ ബിരിയാണിക്കൊക്കെ വേണ്ടിയിട്ട് നമ്മൾ മസാല ഉണ്ടാക്കുമ്പോൾ കുറച്ച് കൂടുതൽ അളവിൽ ഉണ്ടാക്കണം. എന്നിട്ട് ഇതുപോലെ തന്നെ ഫ്രീസറിൽ സൂക്ഷിച്ചാൽ മതി. ഫ്രിഡ്ജിൽ താഴെ അല്ല കേട്ടോ, ഫ്രീസറിൽ വെച്ചാലുള്ളൂ നമുക്കത് ഒരു മാസം വരെ ഉപയോഗിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഞാൻ ഇത് വെച്ചിട്ട് എങ്ങനെ കറി ഉണ്ടാക്കലെന്ന് കാണിച്ചു തരാം. ഞാൻ മസാല കൂട്ടി വെച്ചിട്ടുള്ള ചിക്കന് കുക്കറിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ ഈ ഒരു ചിക്കനിൽ ഞാൻ മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും മല്ലിപ്പൊടിയും ചിക്കൻ മസാലയും ഉപ്പും ഇട്ട് കൊടുത്തിട്ടുള്ള ചിക്കനാണ്. അപ്പോൾ ഈ ചിക്കനിലേക്ക് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുള്ള ഒരു മസാലയും കൂടെ ഇട്ട് കൊടുക്കുകയാണ്. എന്നിട്ട് ഇതിലേക്ക് വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കാം. പിന്നെ ഇതിൽ ഞാൻ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നില്ല. ചിക്കനിലും അതേപോലെ ഈ ഒരു മസാലയിലും ഞാൻ ഉപ്പിട്ടിട്ടുള്ളതാണ്. അപ്പോൾ നമ്മളിതിന് കുക്കർ അടച്ച് വെച്ചിട്ട് ഒരു വിസിൽ വരുന്നത് വരെ വേവിച്ചാൽ മതി. ചിക്കൻ കറി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മളിതുപോലെ മസാല ഉണ്ടാക്കി വെക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എളുപ്പത്തിൽ ചിക്കൻ കറി, ബീഫ് കറി, വെജിറ്റബിൾ കറി ഒക്കെ ഉണ്ടാക്കിയെടുക്കാം. പിന്നെ കുറച്ച് ചിക്കന് മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ഉപ്പിട്ടൊന്ന് വേവിച്ചെടുത്തിട്ടുണ്ട്. ഇത് തണുക്കാൻ വേണ്ടിയിട്ടൊന്ന് മാറ്റി വെക്കുകയാണ്. തണുത്തതിന് ശേഷം ഇത് കൈവച്ചിട്ട് ഒന്ന് പിച്ചെടുക്കുക. ഈ ഒരു ചിക്കന് കട്ട്ലേറ്റിനും സമൂസക്കും ചിക്കൻ റോളിനൊക്കെ വേണ്ടിയിട്ടുള്ളതാണ്. അപ്പോൾ ചിക്കന് നമ്മൾ കൈവച്ചിട്ട് തന്നെ പിച്ചെടുക്കുന്ന കേട്ടോ കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവുക. നമ്മൾ മിക്സിയിലിട്ട് ഇതൊന്ന് അരച്ചെടുത്താൽ ഇത് നന്നായിട്ട് പൊടിഞ്ഞു വരും. അപ്പോൾ കൈവച്ചിട്ടാകുമ്പോൾ നമുക്ക് അത്യാവശ്യം കടിക്കാനുള്ള ഒരു പീസായിട്ട് തന്നെ നമുക്കിത് പിച്ചെടുക്കാം. അപ്പോൾ ചിക്കനൊക്കെ പിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഞാൻ സമൂസക്ക് വേണ്ട ഫില്ലിങ് ഉണ്ടാക്കുകയാണ്. അപ്പോൾ ഉള്ളി വഴറ്റിയെടുത്തിട്ടുണ്ട്. പിന്നെ അതിലേക്ക് വേണ്ട മസാലപ്പൊടികളൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ കുക്ക് ചെയ്ത് വെച്ചിട്ടുള്ള ചിക്കനും മല്ലിയിലൊക്കെ ഇട്ട് കൊടുത്തിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഫില്ലിങ് റെഡി ആയിട്ടുണ്ട്. ഇനി ഫ്ലെയിം ഓഫ് ചെയ്യുക. ഇതൊന്ന് തണുക്കാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കണം. തണുത്ത ശേഷം നമുക്കിത് ബോക്സിലോ അല്ലെങ്കിൽ കവറിലേക്കൊക്കെ മാറ്റി വെക്കാം. അപ്പോൾ ഞാനിപ്പോൾ ഇത് 2 ബോക്സിലായിട്ടാണ് മാറ്റി വെക്കുന്നത്. അപ്പോൾ നിങ്ങളിത് കൂടുതൽ ദിവസത്തേക്കാണ് ഉണ്ടാക്കി വെക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഫ്രീസറിൽ സൂക്ഷിക്കണം. അല്ല അപ്പോൾ പിറ്റേ ദിവസത്തേക്കൊക്കെ ഉള്ളതാണെന്നുണ്ടെങ്കിൽ താഴെ ഫ്രിഡ്ജിൽ വെച്ചാൽ മതി. പിന്നെ നിങ്ങൾക്കിത് വേണമെന്നുണ്ടെങ്കിൽ സമൂസേൻ്റെ ഷീറ്റിലൊക്കെ റോൾ ചെയ്തിട്ട് അങ്ങനെ ഫ്രീസറിൽ സൂക്ഷിക്കുക. അപ്പോൾ ഞാനിപ്പോൾ ഇത് മസാല 2 ബോക്സിലാക്കിയിട്ടാണ് സൂക്ഷിച്ച് വെക്കുന്നത്. അപ്പോൾ ഈ ഒരു മസാല നമുക്ക് സമൂസക്ക് മാത്രമല്ല കേട്ടോ, കട്ട്ലേറ്റിനും അതേപോലെ ചിക്കൻ റോളിനൊക്കെ ഉപയോഗിക്കുക. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ സമൂസേൻ്റെ ഷീറ്റിൽ റോൾ ചെയ്ത് വെക്കാതിരുന്നത്. അപ്പോൾ സമൂസേൻ്റെ ഷീറ്റിൽ റോൾ ചെയ്ത് വെച്ചിട്ട് ഫില്ലിങ് നമുക്ക് സൂക്ഷിക്കേണ്ടത് ഞാൻ കഴിഞ്ഞ റംസാനിൽ സ്വീറ്റ് സമൂസേൻ്റെ വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പോൾ കാണാത്തവരുണ്ടെങ്കിൽ അത് കണ്ടു നോക്കണം. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുക. അപ്പോൾ ഞാൻ ബാക്കിയുള്ള കുറച്ച് ചിക്കൻ പിച്ചെടുത്തത് ഒരു ബോക്സിലാക്കിയിട്ട് അതും ഫ്രീസറിലേക്ക് മാറ്റുന്നുണ്ട്. പിന്നെ ഞാൻ കുറച്ച് റവ വറുത്തെടുക്കുകയാണ്. നമുക്ക് തരിക്കഞ്ഞൊക്കെ ഉണ്ടാക്കാനുള്ള റവയാണ്. അപ്പോൾ ആദ്യം തന്നെ അത് വറുത്തിട്ട് നമ്മൾ ഒരു കുപ്പിയിലാക്കി വെക്കുകയാണെന്നുണ്ടെങ്കിൽ പിന്നെ നമുക്ക് തരിക്കഞ്ഞി ഉണ്ടാക്കുന്ന സമയത്ത് എളുപ്പമായിരിക്കും. പിന്നെ വറുക്കേണ്ട ആവശ്യമൊന്നും വരുന്നില്ലല്ലോ. ഇപ്പോൾ റവ വറുത്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് തണുക്കാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കുകയാണ്. തണുത്ത ശേഷം നമുക്കിത് ബോട്ടിലേക്ക് മാറ്റാം.
പിന്നെ തരിക്കഞ്ഞി ഉണ്ടാക്കുമ്പോൾ റവൻ്റെ കൂടെ സേമിയയും കൂടെ ചേർത്ത് കൊടുക്കാറുണ്ട് ചിലരൊക്കെ. അപ്പോൾ സേമിയ ചേർത്ത് കൊടുക്കുന്നവരാണെന്നുണ്ടെങ്കിൽ സേമിയ കൂടെ ഒന്ന് വറുത്തെടുക്കുക. അപ്പോൾ ഞാനിപ്പോൾ എടുത്തിട്ടുള്ള സേമിയ ഓൾറെഡി വറുത്തെടുത്തിട്ടുള്ളതാണ്. അപ്പോൾ ഞാൻ ഈ ഒരു സേമിയ കൂടെ ഒന്ന് പൊട്ടിച്ചിട്ട് ബോട്ടിലേക്ക് മാറ്റി കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ റവ വറുത്തതും സേമിയ വറുത്തതൊക്കെ ഞാൻ ബോട്ടിലേക്ക് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ എന്നും തരിക്കഞ്ഞി ഉണ്ടാക്കുന്നവർക്ക് ഇതുപോലെ ചെയ്തു വെക്കുകയാണെങ്കിൽ അത് വളരെ ഉപകാരമാവും. പിന്നെ നമ്മൾ തരിക്കഞ്ഞിയിലേക്ക് വറുത്തിടുന്ന ഉള്ളി ഉണ്ടല്ലോ, അപ്പോൾ അത് ഞാനൊന്ന് വറുത്ത് വെക്കുകയാണ്. അപ്പോൾ ഞാനിപ്പോൾ എടുത്തിട്ടുള്ളത് സവാളയാണ്. സവാള ചെറുതാക്കി അരിഞ്ഞിട്ടാട്ടോ ഞാൻ എടുത്തിട്ടുള്ളത്. ഇപ്പോൾ ഇവിടെ ചെറിയുള്ളി കിട്ടാനില്ല. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ചെറിയുള്ളി ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ അത് തന്നെ എടുത്താൽ മതി. അപ്പോൾ നമ്മൾ സാധാരണ തരിക്കഞ്ഞിക്കൊക്കെ വറുത്തെടുക്കുന്ന പോലെ തന്നെ ഉള്ളി നന്നായിട്ടൊന്ന് വറുത്തെടുക്കുക. അതിനുശേഷം നമുക്കിതിലേക്ക് അണ്ടിപ്പരിപ്പും മുന്തിരിയും കൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഈ അണ്ടിപ്പരിപ്പും മുന്തിരിയും കൂടെ ഉള്ളിൻ്റെ കൂടെ ഒന്ന് വറുത്തെടുക്കുക. അപ്പോൾ നമുക്ക് തരിക്കഞ്ഞിക്ക് വേണ്ട ഉള്ളിയും അണ്ടിപ്പരിപ്പും മുന്തിരിയും വറുത്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് ചൂടോട് കൂടി തന്നെ ഒരു ഗ്ലാസിൻ്റെ ബോട്ടിലേക്ക് മാറ്റുക. അപ്പോൾ നമ്മളിത് 1-2 ആഴ്ചക്കാണ് ഉണ്ടാക്കി വെക്കണമെന്നുണ്ടെങ്കിൽ പുറത്ത് വെച്ചാൽ മതി. അല്ല നിങ്ങൾ ഒരു മാസത്തേക്കൊക്കെ ഉണ്ടാക്കി വെക്കണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ അത് ഫ്രിഡ്ജിൽ താഴെ സൂക്ഷിച്ച് വെക്കണം, എന്നാലേ ഇത് കേടാവാതിരിക്കുള്ളൂ. പിന്നെ നമ്മൾ ഈ വറുത്തെടുത്തിട്ടുള്ള ഉള്ളി സൂക്ഷിച്ച് വെക്കുന്ന ബോട്ടിൽ വെള്ളത്തിൻ്റെ അംശമൊന്നും ഉണ്ടാവരുത് കേട്ടോ. നല്ല ഡ്രൈ ആയിട്ടുള്ള ബോട്ടിൽ തന്നെ വേണം നമ്മളിത് സൂക്ഷിച്ച് വെക്കാൻ. ആ നെയ്യോട് കൂടി തന്നെ നമുക്ക് സൂക്ഷിച്ച് വെക്കാം. ഇനി നിങ്ങൾ തരിക്കഞ്ഞി ഉണ്ടാക്കുന്ന സമയത്ത് നെയ്യ് വേണമെന്നുണ്ടെങ്കിൽ എക്സ്ട്രാ ചേർത്ത് കൊടുത്താൽ മതി. പിന്നെ നമ്മൾ ഈ വറുത്തെടുത്തിട്ടുള്ള ഉള്ളിയും അണ്ടിപ്പരിപ്പൊക്കെ തരിക്കഞ്ഞിയിലേക്ക് മാത്രമല്ല നമുക്ക് നെയ്ച്ചോറിലേക്കൊക്കെ ഇട്ട് കൊടുക്കാം. ഞാൻ കുറച്ച് ഷുഗർ സിറപ്പും കൂടെ ഉണ്ടാക്കി വെക്കുന്നുണ്ട്. നമ്മളിതുപോലെ ഷുഗർ സിറപ്പ് ഉണ്ടാക്കി വെക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് നോമ്പ് തുറക്കുന്ന സമയത്ത് നാരങ്ങ വെള്ളമൊക്കെ കലക്കാൻ എളുപ്പമായിരിക്കും. അപ്പോൾ ഷുഗർ സിറപ്പിന് പകരം നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ പഞ്ചസാര പൊടിച്ച് വെച്ചാലും മതി. പിന്നെ ഷുഗർ സിറപ്പ് ഞാൻ ഒരുപാട് കട്ടിയായിട്ട് എടുക്കുന്നില്ല. ഷുഗർ സിറപ്പ് തണുത്ത ശേഷം ബോട്ടിലേക്ക് മാറ്റുകയാണ്. പിന്നെ കുറച്ച് ഐസ് ക്യൂബ് ഉണ്ടാക്കി വെക്കുന്നുണ്ട്, ഓറഞ്ചിൻ്റെയും നാരങ്ങേൻ്റെ ഒക്കെ. അപ്പോൾ നമ്മളിതുപോലെ ഐസ് ക്യൂബ് ഉണ്ടാക്കി വെക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് നാരങ്ങ വെള്ളം ഓറഞ്ച് ജ്യൂസൊക്കെ ഉണ്ടാക്കിയെടുക്കാൻ എളുപ്പമായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് നാരങ്ങക്കും ഓറഞ്ചിനൊക്കെ പകരം നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏത് ഫ്രൂട്ട്സും ആണെങ്കിലും എടുക്കാം. പിന്നെ നമ്മൾ ഓറഞ്ച് നീരും അതുപോലെ നാരങ്ങൻ്റെ നീരൊക്കെ എടുക്കുമ്പോൾ അതിൻ്റെ കുരു ഒഴിവാക്കിയിട്ട് വേണം എടുക്കാൻ. കുരു പെട്ട് കഴിഞ്ഞാൽ ഈ ഒരു നാരങ്ങ നീരിനൊക്കെ കയ്പ്പ് രസം വരും. അപ്പോൾ കുരു ഒഴിവാക്കിയിട്ട് വേണം നമ്മൾ ഓറഞ്ച് ജ്യൂസും അതേപോലെ നാരങ്ങ നീരൊക്കെ എടുക്കാൻ. എന്നിട്ട് ഐസ് ട്രേയിൽ ഒഴിച്ചിട്ട് ഐസ് ക്യൂബ് ആക്കി എടുത്താൽ മതി. അപ്പോൾ നമ്മൾ ഇതുപോലെ ആക്കി എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് നോമ്പ് തുറക്കുന്ന സമയത്തൊക്കെ വെള്ളം കലക്കിയെടുക്കാൻ എളുപ്പമായിരിക്കും. ഈ ഒരു ഐസ് ക്യൂബും ഷുഗർ സിറപ്പും വെള്ളമൊക്കെ ഒഴിച്ചിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുത്താൽ മതി. ഇനി മിക്സിയിൽ അടിച്ചെടുക്കണം എന്നുള്ളവർക്ക് അങ്ങനെയും ചെയ്യാം. പിന്നെ നമ്മൾ ഈ ഒരു നാരങ്ങ നീര് എടുത്ത ശേഷമുള്ള നാരങ്ങൻ്റെ തോല് കളയണ്ട. അത് വെച്ചിട്ട് നമുക്ക് നല്ല അടിപൊളി അച്ചാർ ഉണ്ടാക്കാം. അപ്പോൾ നാരങ്ങത്തോല് മാത്രം വെച്ചിട്ടുള്ള അച്ചാർ നിങ്ങൾക്കൊക്കെ അറിയുന്നതായിരിക്കും. അപ്പോൾ ഞാൻ നാരങ്ങത്തോല് മാത്രം വെച്ചിട്ടുള്ള അച്ചാറല്ല, അതിൻ്റെ കൂടെ വേറെ കുറച്ചും കൂടെ ചേരുവകൾ ചേർത്തിട്ടുള്ള അച്ചാറാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിൻ്റെ റെസിപ്പി ഞാൻ പിന്നീട് പോസ്റ്റ് ചെയ്യാം. അപ്പോൾ നമ്മൾ നാരങ്ങ നീര് എടുക്കുന്നതിന് മുമ്പായിട്ട് ഈ ഒരു നാരങ്ങ നന്നായിട്ടൊന്ന് കഴുകിയിട്ട് 1/2 മണിക്കൂർ ഉപ്പും വിനാഗിരിയുള്ള വെള്ളത്തിലൊന്ന് ഇട്ട് വെക്കണം. അതിന് ശേഷം വേണം കേട്ടോ നമ്മൾ നാരങ്ങാനീര് എടുക്കാൻ. എന്നാലേ നമുക്ക് ഈ ഒരു നാരങ്ങാത്തോല് അച്ചാറിന് വേണ്ടിയിട്ട് എടുക്കാൻ പറ്റുള്ളൂ. പിന്നെ ഞാൻ ഇതിന് മുൻപ് പോസ്റ്റ് ചെയ്തിട്ടുള്ളതാണ് നാരങ്ങ കൊണ്ടുള്ള ലെമണേഡുകൾ, അതേപോലെ വെറൈറ്റി ലസ്സികൾ, മുന്തിരി ജ്യൂസ്, അതേപോലെ പൈനാപ്പിൾ സ്ക്വാഷ്. അപ്പോൾ അതൊക്കെ കാണാത്തവരുണ്ടെങ്കിൽ കണ്ടു നോക്കണം. നമുക്ക് നോമ്പിന് ഉണ്ടാക്കി വെക്കാൻ പറ്റുന്ന ജ്യൂസുകളാണ്. അപ്പോൾ അതിൻ്റെ ലിങ്കൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. പിന്നെ നമ്മൾ നോമ്പ് തുറക്കാൻ എടുക്കുന്ന ഈത്തപ്പഴം കാരക്കൊക്കെ ആ കൊടുന്നിട്ടുള്ള കവറിൽ തന്നെ വെക്കാതെ ഇതേപോലെ കുപ്പിയിലോ അല്ലെങ്കിൽ ബോക്സിലൊക്കെ ആക്കി വെക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് നോമ്പ് തുറക്കുന്ന സമയത്ത് എടുക്കാൻ എളുപ്പമായിരിക്കും. പിന്നെ ഈത്തപ്പഴം ജ്യൂസ് അടിച്ച് കുടിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ ഇതേപോലെ ഒന്ന് ചെയ്ത് നോക്കൂ. ഞാൻ കുറച്ച് ഈത്തപ്പഴം നന്നായിട്ട് തിളച്ച വെള്ളം ഒന്ന് ചൂടാറിയ ശേഷം അതിലാണ് കേട്ടോ ഞാൻ ഈത്തപ്പഴം കുതിർത്ത് വെക്കുന്നത്. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് കുതിർന്ന ശേഷം മിക്സിയിലേക്ക് മാറ്റി കൊടുക്കുകയാണ്. മിക്സിയിലേക്ക് ഇടുമ്പോൾ ആ കുരുവൊക്കെ ഒഴിവാക്കിയിട്ട് വേണം നമ്മൾ ഈത്തപ്പഴം ഇട്ട് കൊടുക്കാൻ. എന്നിട്ട് നമ്മൾ ആ കുതിർത്ത് വെച്ചിട്ടുള്ള ആ ഒരു വെള്ളം ഉപയോഗിച്ചിട്ട് തന്നെ ഈ ഒരു ഈത്തപ്പഴം നന്നായിട്ടൊന്ന് അരച്ചെടുക്കുക. ഈത്തപ്പഴം ഞാൻ അരച്ചെടുത്തിട്ടുണ്ട്. നമ്മൾ ഈത്തപ്പഴം കുതിരാൻ വെച്ചിട്ടുള്ള ആ ഒരു വെള്ളത്തിൽ മാത്രമാണ് ഞാൻ ഈ ഈത്തപ്പഴം അരച്ചെടുത്തിട്ടുള്ളത്. ഇനി നമുക്കിതൊരു ബോട്ടിലേക്ക് മാറ്റാം. അപ്പോൾ ബോട്ടിലിൻ്റെ അകത്തും വെള്ളമൊന്നും ഉണ്ടാവാൻ പാടില്ല. നല്ല ഡ്രൈ ആയിട്ടുള്ള ബോട്ടിലേക്ക് വേണം നമ്മൾ ഈ ഈത്തപ്പഴം അരച്ചത് ഒഴിച്ചു കൊടുക്കാൻ. ഇത് നമുക്ക് ഒരാഴ്ച വരെ ഫ്രിഡ്ജിൽ സൂക്ഷിക്കുക, കേടാവൊന്നുമില്ല. പിന്നെ നിങ്ങൾക്ക് ഈ ഒരു ഈത്തപ്പഴം അരച്ചത് കൂടുതൽ ദിവസത്തേക്ക് സൂക്ഷിക്കണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഐസ് ട്രേയിൽ ഒഴിച്ചിട്ട് ഐസ് ക്യൂബ് ആക്കി എടുത്തിട്ട് ഫ്രീസറിൽ സൂക്ഷിച്ചാൽ മതി. അപ്പോൾ നിങ്ങൾക്ക് 1 മാസം വരെ ഇത് കേടുകൂടാതെ ഉപയോഗിക്കാൻ പറ്റും.
പിന്നെ കുറച്ച് ബദാം കുതിർത്തെടുത്തിട്ടുണ്ട്. ഇതൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. എന്നിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ടൊന്ന് നന്നായിട്ടൊന്ന് അരച്ചെടുക്കുകയാണ്. നമ്മളിതുപോലെ ബദാമൊക്കെ അരച്ചിട്ടെടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കറിയിലേക്കും അതേപോലെ ജ്യൂസ് അടിക്കുന്നതിലേക്കൊക്കെ ഇട്ട് കൊടുക്കാൻ എളുപ്പമായിരിക്കും. ബദാമിന് പകരം അണ്ടിപ്പരിപ്പൊക്കെ ഇതേപോലെ തന്നെ അരച്ചെടുക്കാം. അപ്പോൾ അരച്ചെടുത്തിട്ടുള്ള ഈ ഒരു ബദാം മിക്സ് ഞാൻ ഐസ് ട്രേയിൽ ഒഴിച്ച് കൊടുക്കുകയാണ്. എന്നിട്ട് ഐസ് ക്യൂബ് ആക്കി എടുക്കുകയാണ്. അപ്പോൾ നമ്മൾ ഇതേപോലെ ഐസ് ക്യൂബ് ആക്കിയിട്ട് ഫ്രീസറിൽ സൂക്ഷിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് 1 മാസം വരെ ഈ ഒരു ബദാം മിക്സ് ഉപയോഗിക്കാൻ പറ്റും. അപ്പോൾ ബാക്കിയുള്ള അരച്ചെടുത്തിട്ടുള്ള ഈ ഒരു ബദാമിൻ്റെ മിക്സ് ഞാൻ ഒരു ബോട്ടിലേക്ക് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ നമ്മളിത് ഫ്രിഡ്ജിൽ താഴെയാണ് സൂക്ഷിക്കുന്നത്. അപ്പോൾ ഫ്രിഡ്ജിലാണ് സൂക്ഷിക്കണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇത് നമുക്ക് 2 ദിവസം മാത്രമേ ഉപയോഗിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ നമ്മളിതുപോലെ ഈത്തപ്പഴവും ബദാമൊക്കെ അരച്ചിട്ട് സൂക്ഷിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ജ്യൂസ് ഉണ്ടാക്കിയെടുക്കാൻ എളുപ്പമാണ്. അരച്ചെടുത്തിട്ടുള്ള ഈത്തപ്പഴത്തിൻ്റെ മിക്സും അതേപോലെ ബദാമിൻ്റെ ഐസ് ക്യൂബൊക്കെ ഗ്ലാസ്സിലിട്ട് കൊടുത്തിട്ട് പാലൊഴിച്ച് കൊടുത്തിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്താൽ മതി. അല്ലെങ്കിലോ നിങ്ങൾക്ക് മിക്സിയിലിട്ടിട്ട് ജസ്റ്റ് ഒന്ന് കറക്കിയെടുത്താലും മതി. പിന്നെ ഞാൻ കുറച്ച് ഗരം മസാല ഉണ്ടാക്കിയെടുക്കുന്നുണ്ട്. അപ്പോൾ കുറച്ച് ഏലക്കായ, പട്ട, ഗ്രാമ്പു, വലിയ ജീരകം അതൊക്കെ ഒന്ന് ചൂടാക്കിയിട്ട് പൊടിച്ചെടുക്കുകയാണ്. കുറച്ച് തക്കോലം കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് നമുക്ക് സാധാരണ ഇറച്ചിക്കറിക്കും എല്ലാത്തിനും ഉപയോഗിക്കാൻ പറ്റുന്ന ഗരം മസാലയാണ്. ബിരിയാണിക്കുള്ള ഗരം മസാല ആകുമ്പോൾ നമ്മൾ കുറച്ചും കൂടെ ഇൻഗ്രീഡിയൻസ് ചേർത്ത് കൊടുക്കുമല്ലോ. പിന്നെ ഞാൻ കുറച്ച് ഏലക്കായ പൊടിച്ചെടുത്തിട്ടുണ്ട്. കുറച്ച് പഞ്ചസാര ചേർത്തിട്ടാണ് പൊടിച്ചെടുത്തിട്ടുള്ളത്. പിന്നെ ഞാൻ കുറച്ച് വലിയ ജീരകം വറുത്ത് പൊടിച്ച് വെക്കുന്നുണ്ട്. ഇപ്പോൾ കറികളിലൊക്കെ ഞാൻ വലിയ ജീരകം ഉപയോഗിക്കാറുണ്ട്, അതാട്ട് പൊടിച്ച് വെക്കുന്നത്. പിന്നെ കുറച്ച് കുരുമുളക് പൊടി കൂടെ ഉണ്ടാക്കി വെക്കുന്നുണ്ട്. പിന്നെ ഞാൻ മല്ലിയില ഇതേപോലെ കൊണ്ടുവന്ന ശേഷം അതിൽ കേടായിട്ടുള്ള ഇലകളൊക്കെ ഒഴിവാക്കിയിട്ട് ടിഷ്യൂ പേപ്പറിൽ പൊതിഞ്ഞിട്ട് കവറിൽ വെച്ചിട്ടാണ് ഫ്രിഡ്ജിൽ സൂക്ഷിക്കാറുള്ളത്. അല്ലെങ്കിൽ നമ്മൾ പച്ചമുളക് ചെയ്ത പോലെ ടിഷ്യൂ പേപ്പർ വിരിച്ചിട്ട് മല്ലിയില വെച്ച് കൊടുത്തിട്ട് അതിൻ്റെ മുകളിൽ ടിഷ്യൂ പേപ്പർ വെച്ചിട്ട് അങ്ങനെ ബോക്സിലാക്കിയിട്ട് അങ്ങനെ സൂക്ഷിക്കാറുണ്ട്. അപ്പോൾ ഇങ്ങനെ ചെയ്ത് വെക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കൊരു 3 ആഴ്ച വരെ മല്ലിയില കേടുകൂടാതെ ഉപയോഗിക്കാൻ പറ്റും. ഇതേപോലെ തന്നെയാണ് ഞാൻ പുതിനയും അതേപോലെ കറിവേപ്പിലൊക്കെ ചെയ്യാറുള്ളത്. അപ്പോൾ എൻ്റെ കയ്യിലിപ്പോൾ കറിവേപ്പിൻ്റെ ഇല ഇല്ല, അതാണ് നിങ്ങൾക്ക് കാണിച്ചു തരാൻ പറ്റാഞ്ഞത്. പിന്നെ ഞാൻ കുറച്ച് തേങ്ങ ചിരവി വെക്കാറുണ്ട് ഫ്രീസറിൽ. അപ്പോൾ തേങ്ങ വറുത്തത് ഉപയോഗിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ തേങ്ങ വറുത്തിട്ട് ഫ്രീസറിൽ വെക്കുക. അപ്പോൾ ഞാൻ വറുത്തത് അധികം ഉപയോഗിക്കാറില്ല. അപ്പോൾ തേങ്ങ ചിരകിയിട്ട് ഫ്രീസറിൽ സൂക്ഷിച്ച് വെക്കുകയാണ്. അപ്പോൾ കൂടുതലായിട്ട് തേങ്ങ ഉപയോഗിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ ഓരോ ദിവസത്തേക്കുള്ളത് ഓരോ കവറിലാക്കിയിട്ട് അങ്ങനെ മാറ്റി വെക്കാം. അപ്പോൾ ഞാനിന്ന് ഈ വീഡിയോയിലൂടെ ഷെയർ ചെയ്തിട്ടുള്ള ടിപ്സുകൾ ഏതെങ്കിലുമൊക്കെ നിങ്ങൾക്ക് ഉപകാരമായിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. ഇതിൽ കുറേയൊക്കെ നിങ്ങളും ചെയ്തു വെക്കുന്ന കാര്യങ്ങളായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും അതേപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. ഷികാസ് കഫേ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ കൂടുതൽ നല്ല റംസാൻ വിഭവങ്ങളായിട്ട് ഞാൻ വരുന്നതായിരിക്കും ഇൻഷാ അല്ലാ. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി റമളാൻ കരീം.